ഇന്ന് ഒരുപാട് താമസിച്ചാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്നത്. അച്ചാച്ചി ഇതേ രാവിലെ ഏലത്തിന് മരുന്നടിക്കാനുള്ള പണിയിലാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് നല്ല വെയിലാണ്. അതുകൊണ്ട് അച്ചാച്ചി ഇതേ രാവിലെ ഏലത്തിന് മരുന്നൊക്കെ അടിക്കാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ് അച്ചാച്ചിക്കും എനിക്കും മോക്കും കൂടി ഒന്ന് കട്ടപ്പന വരെ പോകണേ. ഇവിടെ അടുത്തൊരു ചേച്ചി ഹോസ്പിറ്റലുണ്ട്. പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ ഹോസ്പിറ്റലാണ്. അപ്പം ഇവിടെ രണ്ടിടത്തും ഒന്ന് പോകണം കേട്ടോ. എനിക്ക് ഒരുങ്ങാൻ താമസമായതുകൊണ്ട് എൻ്റെ അടുത്ത് നേരെ തന്നെ പറഞ്ഞു ഒരുങ്ങിക്കോളാനേ. അങ്ങനെ അച്ചാച്ചി കയറി വന്നപ്പോഴത്തേക്കിനും ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് മോളും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചി മരുന്നടിയെല്ലാം കഴിഞ്ഞ് കയറി വന്ന് കുളിച്ച് അച്ചാച്ചി കാപ്പി കുടിക്കാതെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോകുന്ന വഴിക്ക് തന്നെ കണ്ടായിരുന്നേ. അപ്പോൾ അവിടെ കയറി വാങ്ങി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. അപ്പം ആൻറ്റിയുടെ മോൻ കിടക്കുന്നത് വേറൊരു ഹോസ്പിറ്റലിലാണ്. രണ്ട് പേരും 2 ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനെയൊക്കെ കണ്ടിറങ്ങിക്കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു ബേക്കറിയിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു ഷേക്കൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെയാണ് കേട്ടോ ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയത്. അടുത്തുള്ള ചേച്ചി ഈ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക്. സമയം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ചേച്ചീനെയൊക്കെ കണ്ട് ഞങ്ങളിത് നേരെ വീട്ടിൽ വന്നു കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ കുളിക്കാനൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ വന്ന വഴിക്ക് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മച്ചി അതൊക്കെ വെക്കാനുള്ള തിരക്കിലാണ്.